സാംബിയയിലേക്കുള്ള യാത്രയിൽ ബസ് ബ്രേക്ക് ഡൗൺ ആയി ഞാൻ റോഡിൽ സ്റ്റക്കാണ്. അതും ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണിത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവിടെ നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ബോട്സ്വാനയിൽ വന്നിട്ട് 14 വർഷമായെങ്കിലും ഇന്ന് വരെ ഇവിടെ ഒരു ബസ് യാത്ര ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ആഫ്രിക്കയിൽ ഒരു ബസ് യാത്ര ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം മിക്കവാറും നമ്മളിവിടെ കാറാണ് എല്ലായിടത്തേക്കും യൂസ് ചെയ്യാറുള്ളത്. അതിപ്പോൾ 1000 കിലോമീറ്റർ ആയാലും 2000 കിലോമീറ്റർ ആയാലും നമ്മൾ കാറിലാണ് ഡ്രൈവ് ചെയ്ത് പോകാറുള്ളത്. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോയിട്ട് അവിടുന്ന് കാർ റെൻറ്റിനെടുത്തിട്ട് നമ്മൾ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകും. അതായിരുന്നു പതിവ്. ഹബ്രോണിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെയുള്ള കസാന എന്ന സ്ഥലത്തേക്കുള്ള ഓവർനൈറ്റ് ബസ്സിലായിരുന്നു എൻ്റെ യാത്ര. പക്ഷേ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഒരു പരാജയമായിട്ടാണ് തുടങ്ങിയത്. കാരണം കസാന എത്തുന്നതിന് ഒരു 100 കിലോമീറ്റർ മുമ്പ് പാണ്ടമത്തങ്ങ എന്ന സ്ഥലത്ത് വെച്ച് വണ്ടിയൊന്നും ബ്രേക്ക് ഡൗൺ ആയി. ഒരു അരമുക്കാൽ മണിക്കൂർ റോഡിൽ നിൽക്കേണ്ടി വന്നെങ്കിലും വണ്ടി അവർ ശരിയാക്കി ഞങ്ങൾ ഇപ്പോൾ കസാന ടൗണിലെത്തി. ബോട്സ്വാനയുടെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള കസാന എന്ന ഈ പട്ടണം ചൊബെ നാഷണൽ പാർക്കിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണ്. അതുപോലെ വന്യജീവികളെ അടുത്തറിയാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കസാന. ഇതുകൂടാതെ സിംബാബ്വെ, സാംബിയ, നമീബിയ എന്നീ 3 രാജ്യങ്ങളുടെ ബോർഡറും ഈ കസാന എന്ന പട്ടണത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് വിക്ടോറിയ ഫോൾസ് കാണാൻ പറ്റും. ലോകത്തിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലൊന്നായിട്ടുള്ള വിക്ടോറിയ ഫോൾസ്. അപ്പോൾ ആക്ച്വലി നമ്മൾ സാംബിയയിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ സാംബിയ ബോർഡറിലേക്ക് എത്തും. അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ഇവിടെ ഹംഗറി ലയൺ എന്നൊരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് KFC ഒക്കെ പോലുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്. ഇവിടെ നിന്നൊരു ചിക്കൻ ബർഗർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ ബർഗറും ചിപ്സും വന്നിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബർഗറും ചിപ്സും തന്നെയായിരുന്നു ഇത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്കിനി ബോർഡറിലേക്ക് പോകാം. ഞാനിവിടെ ബസ് ഇറങ്ങിയ ടൈമിൽ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ് വന്ന് നമുക്ക് ബോർഡറിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ട്രാവൽ ഏജൻറ്റ് വഴി എന്നെ സാംബിയയിലെ ലിവിങ്സ്റ്റൺ എന്ന ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരിച്ച് റിട്ടേണും അവർ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വിക്ടോറിയ ഫോൾസ് വിസിറ്റ് ചെയ്ത സമയത്ത് ഇവർ വഴി തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇവരുടെ വളരെ നല്ലൊരു സർവീസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണമാണ് ഞാൻ മിക്കവാറും ഇവർ വഴി ബുക്ക് ചെയ്യാറുള്ളത്. നമ്മളിനി ബോട്സ്വാനയും അതുപോലെ സാംബിയയും ബന്ധിപ്പിക്കുന്ന കസുങ്കുള ബ്രിഡ്ജ് എന്നൊരു പാലത്തിലൂടെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. സാംബസി നദിയുടെ മുകളിലൂടെ ബോട്സ്വാനയെയും അതുപോലെ സാംബിയയെയും ബന്ധിപ്പിക്കുന്ന 923 മീറ്റർ നീളമുള്ള ഒരു പാലമാണിത്. 2021 ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു വലിയ കാര്യക്ഷമമില്ലാത്ത ഫെറി സർവീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനു പകരമായിട്ടാണ് ഈ ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചത്. ഇതാണ് സാംബസി റിവർ. ആഫ്രിക്കയിലെ 4ാമത്തെ ലോങ്ങസ്റ്റ് റിവർ സിസ്റ്റമാണ് സാംബസി റിവർ. ഏകദേശം 2574 കിലോമീറ്റർ ദൂരമുള്ള ഈ റിവർ സാംബിയയിലാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് കുറച്ച് ദൂരം അങ്കോളയിലേക്കും പിന്നീട് സാംബിയ, സിംബാബ്വെ, ബോട്സ്വാന, നമീബിയ എന്നീ രാജ്യങ്ങളുടെ ബോർഡറായിട്ട് രൂപപ്പെടുന്നു. അതിനുശേഷം മൊസാംബിക്കിലൂടെ ഒഴുകി പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ സാംബസി നദി എത്തിച്ചേരുന്നത്. സദേൺ ആഫ്രിക്കയുടെ ഒരു മേജർ ലൈഫ് ഫോഴ്സാണ് ഈ സാംബസി നദി. ഞാനിപ്പോൾ നിൽക്കുന്നത് കസുങ്കുള ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേക പോയിന്റിലാണ്. ലോകത്ത് വേറെ എവിടെയും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ സ്ഥലത്തിനുള്ളത്. ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ, നമീബിയ എന്നീ 4 രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന അപൂർവമായ ഒരു പോയിന്റിന് മുകളിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് 4 രാജ്യങ്ങളുടെ അതിർത്തിയിലാണ്. ലോകത്ത് വേറെ എവിടെയും ഇങ്ങനെ ഒരു പോയിന്റ് ഇല്ല. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ 4 രാജ്യങ്ങൾ കവർ ചെയ്തു. സാംബിയ, സിംബാബ്വെ, ബോട്സ്വാന, നമീബിയ ഈ 4 രാജ്യങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഫെറി സർവീസസ് ആയിരുന്നു. ബോട്സ്വാനയിൽ നിന്ന് സാംബിയയിലേക്കും അതുപോലെ സാംബിയയിൽ നിന്ന് ബോട്സ്വാനയിലേക്കും ആളുകൾ എത്തിച്ചേർന്നിരുന്നത് ഈ ഫെറി സർവീസസ് വഴിയായിരുന്നു. ഈ കസുങ്കള ബ്രിഡ്ജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ 1 സ്റ്റോപ്പ് ബോർഡർ പോസ്റ്റ്. സാധാരണ 2 രാജ്യങ്ങൾക്ക് 2 ബോർഡർ പോസ്റ്റുകളാണ് ഉണ്ടാവുക. ഇവിടെ പക്ഷേ ഒരു ബോർഡർ പോസ്റ്റേ ഉള്ളൂ. അതായത് ഒറ്റ സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ഇമിഗ്രേഷനും അതുപോലെ കസ്റ്റംസ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ പറ്റും.
മുമ്പ് ദിവസങ്ങളെടുത്തിരുന്ന യാത്രാ സമയം ഇപ്പോൾ ഏതാനും മണിക്കൂറുകളായി ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു സംവിധാനം വന്നതിന് ശേഷം. ഈ ഒരു വൺ സ്റ്റോപ്പ് ബോർഡർ പോസ്റ്റ് കാരണം ഇവിടുത്തെ വ്യാപാരത്തിനും അതുപോലെ യാത്രകൾക്കും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. നമ്മളിനി ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി ഇവിടെ ഒരു കെമിക്കൽ ലൈനയിൽ ഷൂസ് ചവിട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബോർഡർ കടക്കാൻ പറ്റുള്ളൂ. അതിനു കാരണം ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, അതായത് കന്നുകാലികളിൽ കണ്ടുവരുന്ന കുളമ്പുവായ രോഗം പടരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഷൂസിലോ ചെരുപ്പിലോ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണിലൂടെ ഇതിൻ്റെ വൈറസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പടരാൻ സാധ്യതയുണ്ട്. ഈ അണുനാശിനി കലർന്ന വെള്ളത്തിൽ കാലുകുത്തുമ്പോൾ അത് തടയാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇവിടെ ബോർഡർ പോസ്റ്റിൽ തന്നെയുള്ള ഹെൽത്ത് പോസ്റ്റിൽ പോയിട്ട് നമ്മുടെ ഹെൽത്ത് സ്ക്രീൻ ചെയ്ത് ഒരു സ്ലിപ്പ് തരും. നമ്മൾ ട്രാവൽ ചെയ്യാൻ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് അത് കളക്ട് ചെയ്തിട്ട് നമ്മളിനി ബോർഡറിലേക്ക് പോകണം. അങ്ങനെ പാസ്പോർട്ടിൽ അവർ സാംബിയ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൾട്ടിപ്ലൻട്രി വിസയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 90 days ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യക്കാർക്ക് സാംബിയ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ ടിപ്സും ഡോക്യുമെൻറ്റ്സ് റിക്വയർമെൻറ്റ്സും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സാംബിയയിലേക്ക് കടക്കാണ്. സാംബിയയിൽ അവൻ തന്നെ അറേഞ്ച് ചെയ്തെന്ന വേറെ ടാക്സിയിലാണ് നമ്മളിനി ലിവിങ്സ്റ്റൺ ടൗണിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ലിവിങ്സ്റ്റൺ ടൗണിലെത്തി. ബോർഡറിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയാണ് ഈ ലിവിങ്സ്റ്റൺ ടൗൺ. സാംബിയയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള നിയറസ്റ്റ് ടൗണാണ് ലിവിങ്സ്റ്റൺ ടൗൺ. ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയായിട്ടാണ് വിക്ടോറിയ ഫോൾസ് സ്ഥിതി ചെയ്യുന്ന മോസി ഒ തുന്യ എന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ട്രാവൽ ചെയ്തത് ഈസ്റ്റർ ഹോളിഡേയ്സിനാണ്. നിങ്ങളീ കാണുന്നത് ഗുഡ് ഫ്രൈഡേയുടെ പ്രൊസഷനാണ്. ഇനി നമുക്ക് സാംബിയ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാംബിയ വിസ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനായി eservices.zambia.immigration.gov.zm എന്ന വെബ്സൈറ്റിൽ പോയി നമ്മളൊരു അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട്. അതിനുശേഷം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി, ട്രാൻസിറ്റ് എൻട്രി അങ്ങനെ പല ടൈപ്പിലുള്ള വിസകൾ അവൈലബിൾ ആണ്. അതിലേത് വിസയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. സിംഗിൾ എൻട്രിക്ക് $50 അതുപോലെ മൾട്ടിപ്പിൾ എൻട്രിക്ക് $80 ഫീ വരുന്നത്. വിസ അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി, അതുപോലെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ സാംബിയയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റിസർവേഷൻ ഡോക്യുമെൻറ്റ്, അതുപോലെ റിട്ടേൺ എയർലൈൻ ടിക്കറ്റ്. ഇതുകൂടാതെ ഒരു കവർ ലെറ്റർ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ സോഫ്റ്റ് കോപ്പീസാണ് വേണ്ടത്. JPEG അല്ലെങ്കിൽ PNG ഫോർമാറ്റാണ് ഈ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റിൻ്റെ സ്ക്രീനിലെത്തുന്നതാണ്. അവിടെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് വിസ ഫീ പേ ചെയ്യാവുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ $50 അല്ലെങ്കിൽ $80 ഡിപ്പെൻസ് ഓൺ ടൈപ്പ് ഓഫ് വിസ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് പേ ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയാൽ നമുക്കൊരു ഇലക്ട്രോണിക് റെസീറ്റ് ഇമെയിൽ വരുന്നതാണ്. ഈ റെസീറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ വെക്കേണ്ടതാണ്. നമ്മൾ സാംബിയയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിസ ഡോക്യുമെൻറ്റിൻ്റെ കൂടെ ഈ റെസീറ്റ് കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ്. മിനിമം 5 വർക്കിംഗ് ഡേയ്സ് ആണ് വിസ പ്രോസസ്സ് ചെയ്യാൻ അവരെടുക്കുന്നത്. അതിനിടയിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർ ഇമെയിൽ അയക്കുന്നതാണ്. വിസ അപ്രൂവ്ഡ് ആയാൽ നിങ്ങൾക്ക് വിസ അപ്രൂവൽ ലെറ്റർ ഇമെയിലിൽ വരുന്നതാണ്. ആ ലെറ്റർ പ്രിൻറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസീറ്റും പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ വെക്കണം. നമ്മൾ സാംബിയയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് സാംബിയ വിസ എടുക്കാനുള്ള പ്രോസസ്സ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സാംബസ് നദിയിലൂടെയുള്ള ഒരു സൺസെറ്റ് ക്രൂസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള രസകരമായ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.